Hello students. In this class we study about the surge impedance loading. So what is surge impedance loading? Surge impedance loading is the ability of a transmission line to increase its active power transmission. അതായത് രണ്ട് തരത്തിലുള്ള ഒരു ട്രാൻസ്മിഷൻ രണ്ട് തരത്തിലുള്ള ഒരു പവർ ഉണ്ട്. So we know there are two types of power. One is active power and another is reactive power. So the reactive power is needed in a transmission line and active power is also needed in a transmission line. So active power is an useful power. The reactive power will just oscillates from sending end to receiving end side. Okay. So ഇവിടെ ഒരു പവർ ഉണ്ട്. സോ ഇവിടെ ഒരു ജനറേറ്റർ ഉണ്ട്, ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്, ട്രാൻസ്മിഷൻ ലൈനിൽ ഇൻഡക്ടർ ഉണ്ട്, പിന്നെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, പിന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സൈഡ് ഉണ്ട്. So here we need to see that the active power flow in a transmission line should be increased from generation to distribution side. The active power flow should increase. So active power is a useful power, and there are also some other non-useful power which are required by the inductor. അതായത് ഈ ഇൻഡക്ടറിന് ചിലപ്പം ഒരു പർട്ടിക്കുലർ പവർ വേണ്ടി വരും. That can be supplied by the capacitor. That if it is supplied by the capacitor, then the inductor will not absorb the reactive power from the generator. ഇവിടെ കപ്പാസിറ്ററിന് നമുക്ക് കണക്ട് ചെയ്തിട്ടില്ല എന്ന് കരുതുക, കപ്പാസിറ്റർ ഇല്ല എന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ ഇൻഡക്ടറിന് വേണ്ടിയിട്ടുള്ള റിയാക്റ്റീവ് പവർ മുഴുവനും ജനറേറ്ററിന് അത് അബ്സോർബ് ചെയ്യുമ്പം അതിൻ്റെ ആക്റ്റീവ് പവർ ട്രാൻസ്മിഷന് കുറയും. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കിട്ടുന്ന പവർ ഫ്ലോ, ഇവിടെ കിട്ടുന്ന പവർ അത് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതേ രീതിയിൽ നമുക്കിവിടെ ഒരു കപ്പാസിറ്റർ, കറക്റ്റായിട്ടുള്ള കപ്പാസിറ്റർ, ഇവിടെ വേണ്ടുന്ന കപ്പാസിറ്റർ നമുക്കിവിടെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ആ ഒരു ഇൻഡക്ടറിന് വേണ്ടുന്ന ആ ഒരു റിയാക്റ്റീവ് പവർ നിങ്ങൾ കപ്പാസിറ്ററിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ നിങ്ങളുടെ ആക്റ്റീവ് പവർ ഫ്ലോ ഇൻ എ ട്രാൻസ്മിഷൻ ലൈൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് സർജ് ഇംപിഡൻസ് ലോഡിങ്. അതായത് ഇംപിഡൻസിന് കറക്റ്റായിട്ട് നിങ്ങൾ ഇത് മീൻസ് ഒരു ഇൻഡക്ടർ നിങ്ങൾ സീരീസ് ഇൻഡക്ടർ കണക്ട് ആക്കുവാണെങ്കിൽ അതിന് വേണ്ടുന്ന ഷണ്ട് കപ്പാസിറ്റർ നിങ്ങളവിടെ ലോഡ് ചെയ്യുക. അത് ലോഡ് ചെയ്തിട്ട് എക്സൽ ഈക്വൽ ടു എക്സി ആക്കുക. അതായത് ഇൻഡക്റ്റീവ് എക്സൽ ഈക്വൽ ടു എക്സി ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം പവർ ഫ്ലോ സെൻഡിങ് എൻഡിൽ നിന്ന് റിസീവിങ് എൻഡ് വരെ അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് ആക്റ്റീവ് പവർ ഫ്ലോ അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ഒരു കണ്ടീഷൻ നമ്മളെന്താ പറയുക, ദി സർജ് ഇംപിഡൻസ് ലോഡിംഗ് എന്ന് പറയാം. സോ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഞാൻ പറയാം. ഇഫ് ദി റിയാക്റ്റീവ് പവർ കോമ്പണൻറ്റ് required by the line inductance is supplied by the line capacitance, then the maximum active power will flow through the line. അപ്പം ഇൻഡക്ടറിന് ട്രാൻസ്മിഷൻ ലൈനിൽ വേണ്ടുന്ന റിയാക്റ്റീവ് പവർ ട്രാൻസ്മിഷൻ ലൈനിൽ തന്നെ നമുക്ക് ഒരു ഷണ്ട് കപ്പാസിറ്റർ ത്രൂ സപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേഷനിൽ നിന്ന് നേരെ നിങ്ങൾ ജനറേറ്റ് ചെയ്ത എല്ലാ ആക്റ്റീവ് പവറും നിങ്ങൾ എവിടെ സപ്ലൈ ചെയ്യാൻ പറ്റും, ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. സോ ദ മാക്സിമം 3-phase ആക്റ്റീവ് പവർ ട്രാൻസ്ഫർ capability of a transmission. This maximum 3-phase active power transfer capability of a transmission line is called as surge impedance loading. സോ സർജ് ഇംപിഡൻസ് ലോഡിങ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം 3-phase പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ആൻ ഐഡൽ കണ്ടീഷൻ ഫോർ ട്രാൻസ്മിഷൻ ലൈൻ. ഈ ട്രാൻസ്മിഷൻ ലൈൻ്റെ ഒരു ഐഡൽ കണ്ടീഷനാണ്. അതായത് ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈനായിട്ട് നമുക്കതിനെ ആക്റ്റീവ് ആക്കാൻ പറ്റും. അതായത് നമ്മൾ കറക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് നമ്മൾ സർജ് ഇംപിഡൻസ് ലോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്മിഷൻ ലൈൻ എന്തായിരിക്കും, അത് ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈനായിട്ട് മാറും. സോ ബൈ ദി അഡീഷൻ ഓഫ് കോമ്പൻസേറ്റർ നമുക്ക് വേണമെങ്കിൽ അതിനെ അഡീഷൻ ഓഫ് കോമ്പൻസേറ്റർ ചെയ്യുക. അതായത് രണ്ട് രീതിയിൽ ചെയ്യുക. ഒരു ഷണ്ട് കപ്പാസിറ്ററായിട്ട് ചെയ്യുക, സീരീസ് റിയാക്ടറായിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഷണ്ട് റിയാക്ടർ
രണ്ട് രീതിയിലുണ്ട്. ഷണ്ട് കപ്പാസിറ്റർ വിൽ ഇംപ്രൂവ് SIL. ഷണ്ട് കപ്പാസിറ്റർ എന്ത് ചെയ്യും? അത് SILനെ ഇംപ്രൂവ് ചെയ്യും, ഷണ്ട് കപ്പാസിറ്റർ. പക്ഷേ ഷണ്ട് റിയാക്ടർ എന്ത് ചെയ്യും? അത് SILനെ ഡിക്രീസ് ചെയ്യും, ഷണ്ട് റിയാക്ടർ റെഡ്യൂസസ് SIL. എന്ന് വെച്ചാൽ ഷണ്ട് റിയാക്ടർ എന്ത് ചെയ്യും? അത് കൂടുതൽ റിയാക്റ്റീവ് പവറിനെ അത് അബ്സോർബ് ചെയ്യും. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? അത് കൂടുതൽ ജനറേറ്ററിൽ നിന്ന് റിയാക്റ്റീവ് പവർ അബ്സോർബ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ആക്റ്റീവ് പവർ ഫ്ലോ അവിടെ റെഡ്യൂസ് ചെയ്യും. സിസ്റ്റമിൽ ഇത് പവർ ലോസ് കൂടും. സിസ്റ്റത്തിൽ പവർ ലോസ്, അത് ട്രാൻസ്മിഷൻ ലൈനിൽ പവർ ലോസ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻഡിങ് ആൻഡ് വോൾട്ടേജും റിസീവിങ് ആൻഡ് വോൾട്ടേജും തമ്മിലുള്ള വ്യത്യാസം വരും. അതായത് സെൻഡിങ് ആൻഡ് പവറും റിസീവിങ് ആൻഡ് പവറും തമ്മിലുള്ള വലിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സർജ് ഇംപിഡൻസ് ലോഡിങ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റണം. സോ യു സി ഇയർ. സോ ഇതൊന്നും നിങ്ങൾ നോക്കുക. സോ ഇത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് QL = QC. ഇതിൽ വേണ്ടുന്ന കാര്യം മൊത്തം, ഈ ഇൻഡക്ടറിന് വേണ്ടുന്ന മൊത്തം ഇത് ഈ റിയാക്റ്റീവ് പവർ കപ്പാസിറ്ററിൽ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? സെൻഡിങ് ആൻഡ് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു ദി റിസീവിങ് ആൻഡ് വോൾട്ടേജ്. അപ്പോൾ സെൻഡിങ് ആൻഡ് വോൾട്ടേജും റിസീവിങ് ആൻഡ് വോൾട്ടേജും സെയിം ആണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും? മാക്സിമം പവർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതിവിടെ നോക്കുക, ഇത് യൂണിറ്റി പവർ ഫാക്ടറിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുക. ലോഡ് യൂണിറ്റി പവർ ഫാക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ യൂണിറ്റി പവർ ഫാക്ടറിൽ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് മാക്സിമം പവർ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും, അല്ലേ? P = VI cos phi. cos phi 1 ആണെങ്കിൽ എന്ത് ചെയ്തു? VI. അപ്പോൾ cos phi ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാലോ അത് വിയും ഐയിലെ പവർ ഡിക്രീസ് ചെയ്തു, അല്ലേ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മാക്സിമം ആക്റ്റീവ് പവർ ജനറേറ്ററിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്മിഷൻ ലൈനിൽ തന്നെ ഉണ്ടാകുന്ന ലോസസ് ട്രാൻസ്മിഷൻ ലൈനിൽ തന്നെ നമ്മൾ തീർക്കണം. ഓക്കെ, സോ അതാണ് ഇവിടെ കാണിക്കുന്നത്. അസ്യൂം ഇവിടെ ഈ ലോസസ് ട്രാൻസ്മിഷൻ ലൈനിൽ റെസിസ്റ്റൻസും കണ്ടക്ടൻസും 0 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി സർജ് ഇംപിഡൻസിൻ്റെ ഈക്വേഷൻ അതെങ്ങനെയാണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. സർജ് ഇംപിഡൻസിൻ്റെ ഈക്വേഷന് ZS = √L/C എന്നാണ് ഇതിവിടെ ഉണ്ടാവുന്നത്. സർജ് ഇംപിഡൻസിൻ്റെ ഈക്വേഷൻ എന്താണ്? ZS = √L/C. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മളെന്താ പറഞ്ഞ്? കപ്പാസിറ്റർ VAR ഷുഡ് ബി ഈക്വൽ ടു ഇൻഡക്റ്റീവ് VAR എന്നല്ലേ? സോ കപ്പാസിറ്റീവ് VAR പറഞ്ഞത് എന്താണ്? കപ്പാസിറ്റീവ് VAR V²/XC. കപ്പാസിറ്റർ VAR V²/XC. ഇൻഡക്റ്റീവ് VAR I² × XL. അപ്പോൾ അത് രണ്ട് നമ്മൾ നോക്കുമ്പോൾ V²/I² = XL × XC വരും. അപ്പം എന്ത് ചെയ്യും? V²/I² നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Z² ആക്കാൻ പറ്റും. Z² = XL × XC. അപ്പോൾ Z = എന്തായി മാറും? √XL × XC. അപ്പോൾ എന്താ XL? 2πFL. XC എന്താണ്? 1/2πFC. അപ്പോൾ എന്തായി മാറും? 2πFഉം 2πFും ക്യാൻസൽ ആകുമ്പം Z = √L/C എന്നാവും. സോ ഇതാണ് സർജ് ഇംപിഡൻസ് ലോഡിങ് ഇതിവിടെ കിട്ടുന്നത്. V/I = √XL × XC, that is √2πFL × FC. സോ L പറഞ്ഞത് FL × L പറയുമ്പോൾ നോക്കുക, ഈ സർജ് ഇംപിഡൻസ് ലോഡിങ് നിങ്ങളുടെ ലെങ്ത്ത് കൂട്ടി. അപ്പോൾ ഇത് നമ്മുടെ ഈ ലെങ്ത്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ കപ്പാസിറ്റർ നിങ്ങൾ ലെങ്ത്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ രണ്ടിനും ക്യാൻസലായി. അതായത് സർജ് ഇംപിഡൻസ് ലോഡിങ് ലെങ്ത്ത്, അതായത് ഒരു 100 കിലോമീറ്ററിലുള്ള സർജ് ഇംപിഡൻസ് ലോഡിങ്ങും ഒരു 50 കിലോമീറ്ററിലെ സർജ് ഇംപിഡൻസ് ലോഡിങ്ങും ഒരു 200 കിലോമീറ്ററിലെ സർജ് ഇംപിഡൻസ് ലോഡിങ്ങും എല്ലാം സെയിം ആണ്. അത് ലെങ്ത്തുമായിട്ട് യാതൊരു രീതിയിലില്ല, അതിന് റിലേഷൻ ഇല്ല. സർജ് ഇംപിഡൻസ് ലോഡിങ് ഡസൻറ്റ് ഹാവ് എനി റിലേഷൻ വിത്ത് ദി ലെങ്ത്ത്. അത് ലെങ്ത്ത് കൂടിയാൽ സർജ് ഇംപിഡൻസ് കുറയോ, ലെങ്ത്ത് കുറഞ്ഞാൽ സർജ് ഇംപിഡൻസ് കുറയോ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. സർജ് ഇംപിഡൻസ് ലോഡിങ്
അത് കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും. So the surge impedance is independent of the length of the line. So ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ലെങ്ത്ത് എൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ലെങ്ത്ത് എൽ മൾട്ടിപ്ലൈ ചെയ്തു. ആ ലെങ്ത്ത് എൽ രണ്ട് ഭാഗത്തും കൂടെ ക്യാൻസലായി. അപ്പോൾ അതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സർജ് ഇമ്പിഡൻസ് ലോഡിങ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ലെങ്ത്ത് ഓഫ് ദി ലൈൻ. ഇവിടെ നോക്കുക, ഇത് എൽ ബൈ റൂട്ട് എൽ ബൈ സി ഇവിടെ 50 കിലോമീറ്ററിന്, അതേപോലെ 100 കിലോമീറ്ററിനും റൂട്ട് എൽ ബൈ സി തന്നെയാണ്. 200 കിലോമീറ്റർ ആയാലും അത് റൂട്ട് എൽ ബൈ സി ആണ്. അപ്പം സർജ് ഇമ്പിഡൻസ് ലോഡിങ് എപ്പോഴാണ് വേരി ചെയ്യുക? സർജ് ഇമ്പിഡൻസ് ലോഡിങ് 3 തരത്തിലാണ് വേരി ചെയ്യുന്നത്. അത് ഓവർ ഹെഡ് ട്രാൻസ്മിഷനിൽ വേറെ ഉണ്ടാവും, അണ്ടർഗ്രൗണ്ട് ട്രാൻസ്മിഷനിൽ വേറെ ഉണ്ടാവും, കേബിളിനും അത് വേറെ ഉണ്ടാവും, ഫ്രീ സ്പേസിന് അത് വേറെ ഉണ്ടാവും. അതായത് കേബിളാണല്ലോ അണ്ടർഗ്രൗണ്ട് ട്രാൻസ്മിഷൻ. അപ്പം ആ രീതിയിൽ വരാം. അപ്പം ഇത് ഓവർ ഹെഡ് ട്രാൻസ്മിഷനിലാണെങ്കിൽ ആ സർജ് ഇമ്പിഡൻസ് ലോഡിങ് കൂടുതലുണ്ടാവും. സോ ZS = 300 to 500 ഓം വരെ ഉണ്ടാവും ZS സർജ് ഇമ്പിഡൻസ് ലോഡിങ്. അണ്ടർഗ്രൗണ്ട് ട്രാൻസ്മിഷൻ ലൈൻ അതായത് കേബിൾ ആണെങ്കിൽ സർജ് ഇമ്പിഡൻസ് ലോഡിങ് 40 to 50 ഓം വരെ ഉണ്ടാവും. പിന്നെ ഫ്രീ സ്പേസ് ആണെങ്കിൽ അത് 377.7 ഓം വരെ അതുണ്ടാവും. ഫ്രീ സ്പേസ് എന്ന് വെച്ചാൽ വയർലെസ് ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ. So the maximum 3-phase active power supplied to pure resistive load is called as surge impedance loading അല്ലേ. അപ്പം നമുക്ക് എന്താ പറയാൻ പറ്റുക? മാക്സിമം 3-phase ആക്റ്റീവ് പവർ നമുക്ക് എത്ര മാക്സിമം 3-phase പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഏതിൽ? റെസിസ്റ്റീവ് ലോഡ് പറഞ്ഞാൽ എന്താണ്? ഈ റെസിസ്റ്റീവ് ലോഡ്, ഇത് റെസിസ്റ്റീവ് ലോഡല്ലേ. ഒരു യൂണിറ്റി പവർ ഫാക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ലോഡ് നമ്മൾ എന്താ പറയാൻ പറ്റുക? നമ്മളൊരു പ്യുവർ റെസിസ്റ്റീവ് ലോഡ് എന്ന് പറയാൻ പറ്റും. സോ അതിന് നമ്മൾ എന്താ പറയുക? സർജ് ഇമ്പിഡൻസ് ലോഡിംഗ് എന്ന് പറയാം. സോ ഈ സർജ് ഇമ്പിഡൻസ് ലോഡിങ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഒരു സാധാരണ രീതിയിൽ നമുക്ക് ഇവിടെ ആ ഇക്വേഷൻ എന്താ ചെയ്യാൻ പറ്റുക? 3 × V phase × I phase. സോ cos 5 നമുക്ക് എന്താ യൂണിറ്റിയാണ്, അപ്പോൾ അതുകൊണ്ട് 1 ആയിട്ട് കിട്ടും ഇവിടെ എടുക്കാം. 3 × V phase. ഇപ്പോൾ നമ്മൾ 3 ഫേസിലാണ്. 3 ഫേസിലാണെങ്കിൽ എന്താ? 3 × V phase × I phase. സോ പവർ അല്ലേ, ആക്റ്റീവ് പവർ അല്ലേ. ആക്റ്റീവ് പവർ = 3 × V phase × I phase × cos 5 ആണ്. റിയാക്റ്റീവ് പവർ ആകുമ്പോഴോ Q = 3 × V phase × I phase × sin 5 അല്ലേ. സോ ഈ രണ്ട് രീതി. അപ്പം ആക്റ്റീവ് പവറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 3 × V phase × I phase × cos 5. cos 5 യൂണിറ്റിയാണ്. സോ V phase പറഞ്ഞാൽ എന്താ? V phase പറഞ്ഞാൽ VL/√3. VL/√3 നമുക്കിവിടെ കിട്ടിയതാ. V phase = VL/√3. സോ അതാണ് ഇവിടെ കാണിക്കുന്നത്. V phase = VL/√3. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താ? I phase എന്താണ്? സോ I phase = V phase/R. V phase by resistor. നമുക്ക് ആകെ ഉള്ള ലോഡിങ് ഏതാണ് ഇവിടെ? റെസിസ്റ്റീവ് ലോഡിങ് ആണ് ഇവിടെ അല്ലേ. അപ്പോൾ അത് V phase/R എന്ന് എടുക്കുക. സോ V phase/R = നമുക്കിവിടെ ഏതാണ് ഉള്ളത് ഇവിടെ? ഓക്കെ, നമ്മളിവിടെ എന്താണ് നമുക്കിവിടെ കിട്ടിയത്? നമുക്ക് V phase/R എന്ന് കിട്ടി. സോ ഈ V phase പറഞ്ഞാൽ എന്താണ്? V phase = VL/√3. V phase = VL/√3. സോ അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണം. V phase = VL/√3. പിന്നെ ഇവിടെ വരുന്നത് ZS ആണ്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് എന്താണ്? ഇവിടെ സർജ് ഇമ്പിഡൻസ് ലോഡിംഗ് ആണ്, ZS ആണ് അല്ലേ. റെസിസ്റ്റീവ് ലോഡാണ്, പക്ഷേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഏതിലേക്കാണ്? സർജ് ഇമ്പിഡൻസിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ സർജ് ഇമ്പിഡൻസ് അതിൻ്റെ കറണ്ടിൻ്റെ വേരിയേഷൻ ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ZS എന്ന് അവിടെ എടുക്കുന്നു. സോ ഇനി ഈ ഇക്വേഷൻ നമ്മൾ എന്താ ചെയ്യാം? അതായത് ആ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇമ്പിഡൻസ് എന്താണ്? സർജ് ഇമ്പിഡൻസ് ആണ്. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇമ്പിഡൻസ് സർജ് ഇമ്പിഡൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ZS നമ്മൾ എടുത്തു. സോ ഇനി ഇവിടെ 3 × VL/√3. VL/√3 V phase. സോ I phase = VL/√3 × ZS. അപ്പോൾ √3 3 ക്യാൻസലായി. അപ്പോൾ നിങ്ങൾക്ക് VL²/ZS എന്ന് കിട്ടി. സോ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ VL²/ZS എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ VR²/ZS എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ VS²/ZS എന്ന് എടുക്കുക. സോ ഇവിടെ എന്താ നോക്കണമെന്ന് വെച്ചാൽ ഇവിടെ നോക്കുക. സോ ഇവിടെ നിങ്ങൾ ZS² അല്ല, ഇവിടെ ZS മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ZS മാത്രമേ ഉള്ളൂ. അപ്പോൾ VS²/ZS ആണ്. VS² ഇല്ല, VS²/ZS
ZS ആണ്. അപ്പോൾ ZS പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് എൽ ബൈ സി ആണ് അല്ലേ? റൂട്ട് ഓഫ് എൽ ബൈ സി അതിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. അത് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. റൂട്ട് ഓഫ് എൽ ബൈ സി ZS അതിവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. റൂട്ട് ഓഫ് എൽ ബൈ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് മാറും. അത് നിങ്ങൾ VS² ഇൻറ്റു റൂട്ട് ഓഫ് സി ബൈ എൽ എന്തായിരിക്കും? അത് സർജ് ഇംപിഡൻസ് ലോഡിംഗ് ആണ്. സോ ഇതാണ് അത് സർജ് ഇംപിഡൻസ് ലോഡിങ്ങിൻ്റെ ഈക്വേഷൻ. VS² ഇൻറ്റു റൂട്ട് ഓഫ് സി ബൈ എൽ. സോ ഈ എക്സാമിൽ സർജ് ഇംപിഡൻസ് ലോഡിങ് എന്താണെന്ന് ചോദിക്കും. സർജ് ഇംപിഡൻസ് ലോഡിങ്ങിൻ്റെ ഈക്വേഷൻസ് എന്താണെന്ന് പറയും. അത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ സർജ് ഇംപിഡൻസ് ലോഡിങ്ങിൻ്റെ ഈക്വേഷൻ വെച്ചാൽ VS² ബൈ ZS ആണ്. ആർ VS² ഇൻറ്റു റൂട്ട് ഓഫ് സി ബൈ എൽ ആണ്. സോ VS = VL = ലൈൻ വോൾട്ടേജും L = C = ഫേസ് വാല്യൂസും ആണ്. So next one we see what are the factors which affect the surge impedance loading. Surge impedance loading, that is VS² into root C by L. So surge impedance loading is directly proportional to your square of the sending end voltage. So sending end voltage കൂട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഡയറക്റ്റ്ലി ആയിട്ട് അത് കൂടും. ഇവിടെ ഈ ഇക്വേഷൻ മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എഴുതാവുന്നേ ഉള്ളൂ. Surge impedance loading is directly proportional to your square of the voltage. It is directly proportional to your square root of the capacitor, and it is inversely proportional to the 1 by root of your inductance. 1 by root of your inductance. So ഈ മൂന്ന് രീതിയിലാണ് ഈ സർജ് ഇംപിഡൻസ് ലോഡിങ് മെയിനായിട്ട് ഇത് എഫക്റ്റ് ചെയ്യുക. So factors affecting വെച്ചാൽ സെൻഡിങ് എൻഡ് വോൾട്ടേജ്, കപ്പാസിറ്ററും ഇൻഡക്ടറും. ഇറ്റ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു യുവർ സ്ക്വയർ ഓഫ് ദി സെൻഡിങ് എൻഡ് വോൾട്ടേജ്. ഇറ്റ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു യുവർ സ്ക്വയർ റൂട്ട് ഓഫ് ദി കപ്പാസിറ്റർ. സ്ക്വയർ റൂട്ട് ഓഫ് ദി കപ്പാസിറ്റർ എന്ന് വെച്ചാൽ കപ്പാസിറ്റൻസ് കൂടുതലായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സർജ് ഇംപിഡൻസ് ലോഡിങ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ട്രാൻസ്മിഷൻ ലൈനിൽ കൂടും. പിന്നെ നെക്സ്റ്റ് വെച്ചാൽ സർജ് ഇംപിഡൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇൻഡക്ടർ പറയുകയാണെങ്കിൽ എത്രമാത്രം നിങ്ങൾ സർജ് ഇംപിഡൻസിലെ റിയാക്റ്റീവ് ലോഡ് കുറക്കുന്നതോ അത്രമാത്രം സർജ് ഇംപിഡൻസ് ലോഡിങ്ങിൻ്റെ കേപ്പബിലിറ്റി അത് കൂടിക്കൊണ്ട് വരും. ഓക്കെ, സോ അതാണ് ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇൻഡക്ടർ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇൻഡക്ടർ ലോഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇൻഡക്റ്റൻസ് ഈസ് റെഡ്യൂസ്, L ഈസ് റെഡ്യൂസ്ഡ് ബൈ പാരലൽ ലൈൻസിലും പിന്നെ സീരീസ് കപ്പാസിറ്ററും പിന്നെ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സിലും നിങ്ങൾക്ക് ഇൻഡക്ടർ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ സർജ് ഇംപിഡൻസ് ലോഡിങ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. സർജ് ഇംപിഡൻസ് ലോഡിങ് വെച്ചിട്ട് മാക്സിമം പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി, പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം, ആക്റ്റീവ് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം ട്രാൻസ്മിഷൻ ലൈനിൽ. അതാണ്. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്മിഷൻ ലൈനിൽ ഇൻഡക്ടറിന് അതേപോലെ കപ്പാസിറ്റർ നമ്മൾ എന്ത് ചെയ്യാം? പവർ സപ്ലൈ ചെയ്യണം. അത് റിയാക്റ്റീവ് പവർ, ട്രാൻസ്മിഷൻ ലൈനിൽ വേണ്ടുന്ന റിയാക്റ്റീവ് പവർ മുഴുവനും കപ്പാസിറ്ററിനെ സപ്ലൈ ചെയ്യണം. സോ അതിന് നിങ്ങൾ എന്താ പറയുക? സർജ് ഇംപിഡൻസ് ലോഡിംഗ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് മാക്സിമം 3 phase പവർ മാക്സിമം ആക്റ്റീവ് 3 phase പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈനായിട്ട് അത് മാറും. സോ ഇതാണ് നിങ്ങളെ സർജ് ഇംപിഡൻസ് ലോഡിങ്. സർജ് ഇംപിഡൻസ് ലോഡിങ്ങിൻ്റെ ഈക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ ടഫൊന്നുമില്ല. അത് സർജ് ഇംപിഡൻസ് ലോഡിങ് 3 × V phase × I phase × cos ∅ ആണ്. cos ∅ യൂണിറ്റി പവർ ഫാക്ടറാണ്. സോ cos ∅ = 1 ആയിരിക്കും. പിന്നെ അത് V phase ആണ്. V phase = VL/√3 ആണ്. പിന്നെ I phase ആണ്. I phase = V phase R എന്ന് പറഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇവിടെ റെസിസ്റ്റൻസ് അല്ല, ഇവിടെ എന്താ? സർജ് ഇംപിഡൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ V phase ZS ആ വരിക. അപ്പോൾ പിന്നെ V phase അല്ല, V phase നമുക്ക് എന്താ ആക്കി മാറ്റാം? VL/√3 ആക്കി മാറ്റാം. VL/√3 × ZS എന്ന് എടുക്കാം. അപ്പോൾ അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് VS² ZS എന്ന് കിട്ടും. ആ VS² ZS പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് L/C. അതെങ്ങനെ വന്നു എന്ന് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ആ രീതിയിൽ ZS = റൂട്ട് ഓഫ് L/C നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പം VS² × റൂട്ട് ഓഫ് C by L എന്ന് കിട്ടും. സോ ഈ ഇക്വേഷനിൽ നിങ്ങൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇത് സർജ് ഇംപിഡൻസ് ലോഡിങ് പറയുമ്പോൾ സ്ക്വയർ ഓഫ് ദി വോൾട്ടേജും സ്ക്വയർ റൂട്ട് ഓഫ് ദി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി കപ്പാസിറ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി ഇൻഡക്റ്റൻസും. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുക. ഓക്കെ, താങ്ക് യു.